പ്രമുഖ വ്യവസായിയും അമ്പലപ്പുഴ കുടുംബവേദി ചെയർമാനുമായ ആർ ഹരികുമാറിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഹരിതാപം E70 അമ്പലപ്പുഴയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊരു ആദരവ് നടക്കുന്ന കാര്യം എന്നെ ഫോണിലാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഹരികുമാർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല, സമ്മതിക്കുകയാണെങ്കിൽ വരണം എന്ന് എന്നോട് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് എൻ്റെ സ്വഭാവം എനിക്കും അറിയാവുന്നത് കൊണ്ട്, കാരണം വലിയ പ്രശസ്തിയോ 4 പേര് അറിയണമെന്നുള്ള മോഹമോ താൻ ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ചിന്തയോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അദ്ദേഹം ഇത് സമ്മതിക്കുമോ. പക്ഷെ അപ്പോഴാണ് രാധാകൃഷ്ണൻ ചേട്ടൻ രണ്ടാമത് തന്നെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ ഈ യോഗം ഉണ്ടായതും അത് എനിക്ക് കൂടി വരാനുള്ള അവസരം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല നമുക്കെല്ലാവർക്കും അറിയാം, ദുബൈയാണ്. അവിടെ അദ്ദേഹം കഠിനാധ്വാനം ചെയ്താണ് തന്റെ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ദുബൈയിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലുള്ള മിക്ക രാജ്യങ്ങളിലും അദ്ദേഹത്തിന് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു നല്ല പങ്ക് ഇത്തരം നല്ല കാര്യങ്ങൾക്കും സമൂഹത്തിന് വേണ്ടിയും അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്. അബ്ദുൽ സമദ് സമദാനിയുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം അടുത്ത കാലത്താണ് ഒരു ഹോട്ടൽ ഇവിടെ അമ്പലപ്പുഴയിൽ വാങ്ങിയത്. ആ ഹോട്ടലിൽ ബാർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ ആ ബാർ നിർത്തിയതായി കണ്ടു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു? അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ ബാറിൽ നിന്നുള്ള വരുമാനം എനിക്കിനിയും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ബാർ വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന്. ഞാൻ ചോദിച്ചു, ബാർ ആർക്കെങ്കിലും കൊടുത്തതാണോ എന്ന്. അല്ല, ബാർ വേണ്ട, ഇനിയും എൻ്റെ പേരിലോ എൻ്റെ ലൈസൻസിലോ എൻ്റെ ഹോട്ടലിലോ ബാർ വേണ്ട, ആർക്കും കൊടുക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു മനോഭാവം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വെച്ചു പുലർത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന് ഈ ബാറിലൂടെ കിട്ടുന്ന വരുമാനം ഒരു വരുമാനം തന്നെയാണ്, സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു വരുമാനം വേണ്ടെന്ന് വെക്കാനുള്ള മനസ്സ് ശ്രീ ഹരികുമാറിനുണ്ടായതിന് അദ്ദേഹത്തെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. കാരണം ഇന്ന് ലഹരി ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. പുതിയ തലമുറയെ തകർക്കുന്നത് ഈ ലഹരിയാണ്. ഹരികുമാര തവ ജന്മദിനം കാരുണ്യഹസ്തത്തിനുദയ. ജൂലൈ 12 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡോക്ടർ MB അബ്ദുൽ സമദ് സമദാനി MP മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീ ഹരികുമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഹരിയേട്ടൻ, എല്ലാം ഒരു തിരശ്ശീലയിലെ രംഗങ്ങൾ പോലെ എൻ്റെ മനോദർപ്പണത്തിലൂടെ മിന്നിമറിയുന്നത് ഞാൻ കാണുകയാണ്. അമ്പലപ്പുഴ കുടുംബവേദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത്, ഇവിടെ നടക്കുന്ന മഹത്തായ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ ലയിച്ചു നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ കണ്ടുമുട്ടിയത്, പാർപ്പിടമില്ലാത്തവർ പാർപ്പിടത്തിന്റെ താക്കോലുമായി കടന്നു പോകുമ്പോൾ അവരുടെ നിറഞ്ഞ കണ്ണുകളിലെ പ്രകാശം അതിന് സാക്ഷ്യം വഹിച്ചത്, മുൻ MP AM ആരിഫ്, മുൻ MLA മാരായ AA ഷുക്കൂർ, B ബാബു പ്രസാദ്, H സലാം, കവി രാജീവ് ആലുങ്കൽ, C രാധാകൃഷ്ണൻ, കമാൽ M മാക്കിയിൽ, അഡ്വക്കേറ്റ് A നിസാമുദ്ദീൻ, അഡ്വക്കേറ്റ് R സനൽകുമാർ, AR കണ്ണൻ, മനീഷ് പുറക്കാട് തുടങ്ങിയവർ സംസാരിച്ചു.
ജന്മദിനം കാരുണ്യഹസ്തത്തിൻ ഉദയദിനം ആർദ്ര മനസ്സും അതിനൊത്ത കർമ്മവും ദൈന്യ മനസ്സുകൾക്കഭയമായി ഹരികുമാര തവ ജന്മദിനം കാരുണ്യഹസ്തത്തിനുദയദിനം ആർദ്ര മനസ്സും അതിനൊത്ത കർമ്മവും ദൈന്യ മനസ്സുകൾക്ക് ഭയമായി സ്വപ്രയത്നം ഉരുക്കി ഉറപ്പിച്ച ജീവിത സന്ധാന പാതകളിൽ കൃതകൃത്യനായ സപ്ത ദശകത്തിലമരും പുണ്യാത്മാവിനു മംഗളം ഹരികുമാര തവ ജന്മദിനം കാരുണ്യഹസ്തത്തിനുദയദിനം ആർദ്ര മനസ്സും അതിനൊത്ത കർമ്മവും ദൈന്യ മനസ്സുകൾക്ക് ഭയമായി അമ്മ മലയാളം വാഴ്ത്തുന്നു സാദരം നന്മ നിറഞ്ഞൊരാ ഹരിപുത്രനും കൽമഷമകന്നു സന്താന സൗഭാഗ്യ ദീർഘായുസ്സിനായ സന്തതം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് നമ്മുടെ വഴി കണ്ടുപിടിക്കേണ്ടത്. ആ വഴി കണ്ടുപിടിക്കുന്ന വഴികളെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആ ശ്രദ്ധയിൽ കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചിട്ട ഉണ്ടാക്കേണ്ടത്. ആ ചിട്ടയിൽ കൂടിയാണ് നാം ജീവിക്കേണ്ടത്. ആ ജീവിത രീതിയാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. അവിടെയാണ് ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ദൈവം കൂടെ നിൽക്കണമെങ്കിൽ ചിന്താഗതികൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവണം, ചിന്താഗതികൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റിയും ചിന്താഗതിയും ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കാനുള്ള ആത്മധൈര്യം ദൈവം നിങ്ങൾക്ക് തരണം. അത് തന്നാൽ മാത്രമാണ് നമ്മൾ മനുഷ്യനായി ജീവിക്കുന്നതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കപ്പെടുന്നത്.